നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 2-ാം തീയതിയാണ്, ചൊവ്വാഴ്ച, വൃശ്ചികം 16. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് ആൻമരിയ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട്, കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷുമാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി തെരച്ചിൽ തുടരുകയാണല്ലോ പ്രത്യേക അന്വേഷണ സംഘം. ഒപ്പം തന്നെ സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അത് ഇന്നുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എല്ലാ ജില്ലകളിലും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ ജില്ലയിലും സുഹൃത്തുക്കളും അണികളുമുണ്ട്. സ്വാഭാവികമായി അവിടെ എല്ലാവരും ഏത് ഭാഗത്തും പോകാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം ഇപ്പോൾ പോലീസിനുണ്ട്. അതുകൂടാതെ സമീപ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സമീപ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമുണ്ട്. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് സംസ്ഥാനം വിടാൻ സഹായിച്ചതായി കരുതുന്ന ഒരു സിനിമാ നടിയെ കേന്ദ്രീകരിച്ച് കൂടി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. സമീപ സംസ്ഥാനങ്ങളിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ADGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും ഒപ്പം കർണാടകയിലും കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കാൻ സാധ്യതയുള്ളവർ, ഒപ്പം ഇതുവരെ സഹായിച്ചവർ എന്നിവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടും ഒപ്പം പത്തനംതിട്ടയിലുമെല്ലാം വിവിധ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അടക്കമുള്ളവർ സഹായിക്കുന്നുണ്ട്. അവരെയും കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ രാഹുൽ ഈശ്വർ ഇന്നലെ തന്നെ ജയിലിലേക്ക് പോയിരുന്നു. രാഹുൽ ഈശ്വർ ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചാണ് പോയത് താൻ നിരാഹാര സമരം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും നിരാഹാര സമരം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ജയിൽ അധികൃതരോട് ഇന്നലെ തന്നെ തനിക്ക് ഭക്ഷണം വേണ്ട എന്നുള്ള വിവരം അറിയിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ വീണ്ടും ഭക്ഷണം എത്തിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം മാത്രം മതി എന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം അപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത്. ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനും പ്രതികളെ സ്വാധീനിക്കാനും അടക്കം സാധ്യതയുണ്ട്. ഒപ്പം സമാനമായ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരുന്നു ഈ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് നിലപാട് ഹൈക്കോടതി അടക്കം സ്വീകരിക്കും, പ്രോസിക്യൂഷൻ സമാനമായ രീതിയിൽ ശക്തമായി എതിർക്കുമോ എന്നീ കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി പത്മകുമാർ ഇപ്പോൾ ജയിലാണ്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കൊടുത്താണ്. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനം പത്മകുമാർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ്. പത്മകുമാർ ഉന്നയിച്ചത് താൻ എടുത്ത തീരുമാനങ്ങളൊന്നും തൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ല, ദേവസ്വം ബോർഡ് എന്ന നിലയിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്. അതായത് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാതെ പറയുകയാണ്. മുൻ അംഗങ്ങളായ KP ശങ്കരദാസും വിജയകുമാർ അടക്കമുള്ളവർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. സ്വർണ്ണപ്പാളി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് രേഖപ്പെടുത്തിയത് താൻ മാറ്റി പിച്ചള എന്നത് വെട്ടിമാറ്റി ചെമ്പ് എന്ന് എഴുതിയത് മാത്രമാണ് താൻ ചെയ്തത്. അക്കാര്യങ്ങൾ ബോർഡ് അംഗങ്ങളായ രണ്ടുപേർക്കും അറിയാമായിരുന്നു. ഒപ്പം ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തേക്കാൻ തീരുമാനിച്ചതിലും ഈ അംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോർഡ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ബോർഡ് അംഗങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജാമ്യാപേക്ഷ മാത്രം എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത് ചോദ്യമാണ് പത്മകുമാർ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതേസമയം പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ എതിർക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കും. ഒപ്പം പത്മകുമാർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ. ഇനി നമ്മൾ പോകുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്. അവിടെ സമീർ സി മുഹമ്മദ് ഉണ്ട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം ഇന്ന് നടക്കും. സമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏറെ പൊതുസമ്മതയായ ഒരു MLA ആണ് വിടവാങ്ങുന്നത്. ഏത് തരത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ആരൊക്കെ എത്തും?
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അവരുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഇവിടെ മോർച്ചറിയിലാണ് അവരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കും. ആദ്യം എത്തിക്കുന്നത് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. അവിടെ 8 മണി മുതൽ 10 മണി വരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് പിന്നീട് കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനമുണ്ട്. അവിടെ 11 മണി മുതൽ 1 മണി വരെയാണ് പൊതുദർശനം. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. പിന്നീട് അത്തോളി കുനിയിൽക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനോടകം തന്നെ നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ട് അവരെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇനി നിരവധി പേർ ഇന്ന് എത്തും. പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ അനുശോചന കുറിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. അവരുടെ മകൻ ഉള്ളത് US-ലാണ്. US-ലുള്ള ആ മകൻ എത്താൻ വേണ്ടിയാണ് സംസ്കാര ചടങ്ങുകൾ നീട്ടിവെച്ചത്. അങ്ങനെ മകൻ എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതുപോലെ തന്നെ കൊയിലാണ്ടി ടൗൺ ഹാളിലും എത്തിക്കൊണ്ടായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുക. നമുക്കറിയാം, തലക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ നിരവധി തവണ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്. 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. MLA ആയ ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറി നിൽക്കുന്നത്, അത് ഒഴിയുന്നത്. അത്തരത്തിൽ നിരവധി തവണ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൊയിലാണ്ടിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട MLA ആണ് നിര്യാതയായിരിക്കുന്നത്. അതിൽ വലിയ ഒരു സങ്കടമുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ചേമഞ്ചേരി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് ഹർത്താലാണ്. ഉച്ചവരെ വ്യാപാരികളാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തുടർന്ന് പിന്നീട് CPIM-ന്റെ നേതൃത്വത്തിലും ഹർത്താലുണ്ട്. അതുപോലെ തന്നെ കൊയിലാണ്ടിയിലാണ് ഇന്ന് പൊതുയോഗമുണ്ട്. അവരെ അനുശോചന യോഗമുണ്ട്. അതിലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും. എന്തായാലും പ്രധാനമായും 2 ഇടങ്ങളിലാണ് പൊതുദർശനമുള്ളത്. ഒന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മറ്റൊന്ന് കൊയിലാണ്ടി ടൗൺ ഹാളിലുമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 7:30 കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ നിന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. ക്രിസ്റ്റീന. ഓക്കെ. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തലത്തിലുമുള്ള ജനങ്ങളേറെ സ്നേഹിച്ചിരുന്ന കാനത്തിൽ ജമീല ഇന്ന് നഗരം വിട നൽകുകയാണ്. സമുചിതമായ രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് സമീർ C. മുഹമ്മദ് നൽകുന്ന വിവരങ്ങൾ. ഇനി നമ്മൾ പോകുന്ന രാജ്യതലസ്ഥാനത്തേക്കാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് നമുക്കിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. രാജ്യതലസ്ഥാനത്തു നിന്നും ഇന്ന് ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 2ാം ദിവസമാണ്. ഇന്നും സഭയിൽ ഇരുസഭകളിലും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം പ്രതിപക്ഷം SIR ഒരു പ്രധാന വിഷയമായി ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ആദ്യ ദിനം തന്നെ ലോക്സഭ 3 തവണയാണ് തടസ്സപ്പെട്ടത്. തുടർന്ന് പിരിയുകയായിരുന്നു. രാജ്യസഭയിൽ ഇന്നലെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇന്നു മുതൽ രാജ്യസഭയിലും ആ പ്രതിഷേധങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ബില്ലുകൾ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് സഭയിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ ഏറെ നിർണായകമാകും. അതേസമയം സുപ്രീം കോടതിയിലും നിർണായകമായ ചില കേസുകൾ എത്തുന്നുണ്ട്. അതിൽ പ്രധാനം കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ SIR-മായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ്. കേരളത്തിലെ SIR നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPIM, CPI അടക്കമുള്ള പാർട്ടികളും ചാണ്ടി ഉമ്മൻ MLA-യും സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എന്നാൽ ഈ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. അത് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്നതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലം എന്നുള്ളത് ഈ ഒരേ ഉദ്യോഗസ്ഥരെ 2 ചുമതലകൾ ഏൽപ്പിച്ചിട്ടില്ല എന്നും യാതൊരു തരത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ SIR നടപടികൾ ബാധിക്കില്ല എന്നുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ SIR നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം നിർണായകമാകും. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഈ SIR-ന്റെ സമയപരിധി നീട്ടുന്ന ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതുൾപ്പെടെ സുപ്രീം കോടതി പരിഗണിക്കും. മറ്റൊരു കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഒമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയാണ്. ഇവർക്ക് ജാമ്യം നൽകരുത് എന്നും ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ ഇവർ ഫണ്ടിംഗ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന വാദങ്ങളിൽ ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇന്നും പ്രധാനമായി ഡൽഹി പോലീസിന്റെ വാദം തന്നെയായിരിക്കും നടക്കുക.
നടക്കുക. ക്രിസ്റ്റീന. ഓക്കെ, താങ്ക് യു ബൽറാം. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ആൻമരിയ സണ്ണയുണ്ട്. ആൻമരിയ, വെരി ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടും മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കളമശ്ശേരി HMTക്ക് സമീപം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം അത് സൂരജ് റാമയുടേതാണെന്നുള്ള സംശയത്തിലാണ്, അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സൂരജ് റാമയുടെ തന്നെയാണോ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും തുടരുകയാണ്. അത് ഇന്നും തുടരും. ഇന്നലെ അജ്ഞാത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ പരിക്കേറ്റ പാടുകളൊന്നുമില്ല എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിലെ അവയവങ്ങൾ ആന്തരിക പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് അയക്കും. മാത്രമല്ല DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൂരജ് റാമിയുടെ മകൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിയിൽ എത്തുന്ന സമയത്ത് സന്തോൺ ലാമ പറഞ്ഞിരുന്നത് വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിനെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും കളമശ്ശേരി പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും നടന്നു വരികയാണ്. കാരണം ഓർമ്മശക്തി കുറവുള്ള ഒരാളെ എങ്ങനെയാണ് പറഞ്ഞയക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ സിസ്റ്റം പൂർണ്ണമായിട്ടും മുഴുവൻ സിസ്റ്റങ്ങളും തകരാറിലാണ് എന്നായിരുന്നു സന്തോൺ ലാമ ഇന്നലെ ഗുരുതര ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയും ഇതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മൃതദേഹം സൂരജ് റാമയുടേത് തന്നെയാണോ എന്നത് കണ്ടെത്തുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ തന്നെയാണ് മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇന്ന് DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ഇന്നലെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. DNA പരിശോധനയ്ക്ക് വേണ്ടി ആ സാമ്പിളുകൾ അയക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്, അവരുടെ അറിവിലേക്ക് കൂടി എത്തിക്കുന്നത് വേണ്ടിയിട്ടാണ്. ഇന്ന് കൊച്ചിയിൽ കുടിവെള്ള വിതരണം മുടങ്ങും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മുതൽ ഡിസംബർ 4 വരെ രാത്രി 9 മണി വരെയാണ് കുടിവെള്ള വിതരണം മുടങ്ങുക എന്നുള്ള കാര്യം ഇന്നലെ ജല അതോറിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വെള്ളം നേരത്തെ തന്നെ ശേഖരിച്ചു വെക്കണം എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപ് തമ്മനത്തൊരു കൂറ്റൻ വാട്ടർ ടാങ്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൊട്ടിയ വാട്ടർ ടാങ്കിലെ അറ്റകുറ്റപ്പണികൾ കുറച്ച് നാളുകളായിട്ട് ഈ കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് നടന്നു വരികയാണ്. പക്ഷേ അത് അതിവേഗത്തിൽ പൂർത്തിയാക്കുക, കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കുക എന്നൊരു ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുടിവെള്ള വിതരണം നിർത്തിവെച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികളിലേക്ക് പൂർത്തിയാക്കുന്നത്. അത് കൊച്ചി കോർപ്പറേഷന്റെ മുഴുവൻ ഡിവിഷനുകളിലും അത് കൂടാതെ തന്നെ മുളവുകാട്, ചേരാനല്ലൂർ ഭാഗങ്ങളിലുമായിരിക്കും കുടിവെള്ള വിതരണം മുടങ്ങുന്നത്. എന്തായാലും ഇന്ന് രാത്രി 10 മുതൽ ഡിസംബർ 4 രാത്രി 9 വരെയായിരിക്കും കുടിവെള്ള വിതരണം മുടങ്ങുക. ഇതൊക്കെയാണ് ഇന്ന് മധ്യകേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ക്രിസ്റ്റീന. മധ്യകേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകളുടെ വിവരങ്ങൾ എത്തിക്കുകയായിരുന്നു ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന്. ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. ഇന്നലെ 90,000 പേരാണ് മല ചവിട്ടിയത്. പമ്പയിലെയും സന്നിധാനത്തെയും തിരക്കനുസരിച്ചാണ് കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. പുലർച്ചെ നട തുറന്നതു മുതൽ തീർത്ഥാടകരുടെ തിരക്കാണ് ശബരിമലയിൽ കാണാനാകുന്നത്. MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നത്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വൻ ഭക്തജന തിരക്കാണല്ലോ ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങി ആകെ എത്തിയ ഭക്തരുടെ എണ്ണം 14 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സന്നിധാനത്ത് തിരക്കേറുകയാണ്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ സീസൺ തുടങ്ങി ഏറ്റവും കുറവ് തീർത്ഥാടകർ എത്തിയത്. പക്ഷേ ഇന്നലെയും ഇന്നും വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ 96,417 ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. അതായത് 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ദർശനം അനുവദിക്കുന്നത്. ഇന്നലെ ഈ സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് പരിഗണിച്ചുകൂടിയാണ് കൂടുതൽ പേർക്ക് ദർശനം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് 96,000 എന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ 3 മണിക്കാണ് നട തുറന്നത്. 6 മണിവരെ ഏകദേശം 20,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എന്നതാണ് പോലീസ് തന്നെ അറിയിക്കുന്ന കാര്യം. വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. കൃത്യമായ നിരീക്ഷണങ്ങളോടെയാണ് ഈ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കുന്നത്. ഡിസംബർ മാസം അവസാനം വരെ വെർച്വൽ ക്യൂ സ്ലോട്ടുകളെല്ലാം തന്നെ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിലയ്ക്കലെത്തുന്ന തീർത്ഥാടകർക്ക് ഇവിടുത്തെ തിരക്ക് പരിഗണിച്ച് അവർക്ക് പ്രവേശനം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ പമ്പയിലുണ്ടായിരുന്ന സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ നിലയ്ക്കലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലയ്ക്കലായിരിക്കും തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് നടത്തേണ്ടത്. അങ്ങനെ നടത്തിയാണ് പിന്നീട്
പമ്പയിലും അവിടെ നിന്ന് സന്നിധാനത്തേക്കും തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. നിലവിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയൊന്നും തന്നെ നിലവിൽ ശബരിമല സന്നിധാനത്ത് ഇല്ല. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിലും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലും കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ 4 ജില്ലകളിലെയും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയിൽ ഇതുവരെ സംസ്ഥാനത്ത് 4 മരണം റിപ്പോർട്ട് ചെയ്തു. ഡിറ്റ്വ ആഞ്ഞടിച്ച ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 390 പേർ മരിച്ചു, 352 പേരെ കാണാനില്ല. രാജ്യത്തെ 25 ജില്ലകളിലായുള്ള 11 ലക്ഷം പേരെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ബാധിച്ചത്. കരൂരിൽ TV-K റാലിക്കിടെയുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതി കരൂരിലെത്തി. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്നലെ വൈകിട്ടോടെയാണ് എത്തിയത്. റാലിക്ക് അനുമതി നൽകിയത് സംബന്ധിച്ചും സ്ഥലത്തൊരുക്കിയ സുരക്ഷ സംബന്ധിച്ചും സംഘം വിശദമായി അന്വേഷിക്കും. BSF-ൽ ഡെപ്യൂട്ടേഷനിലുള്ള സുമിത് സരൺ, CRPF IG സോണൽ V മിശ്ര എന്നിവരാണ് സമിതിയിലുള്ളത്. കരൂരിലെ CBI അന്വേഷണം ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സെപ്റ്റംബർ 27-നുണ്ടായ ദുരന്തത്തിൽ 41 പേരാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് 242 മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും 46 നഗരപഞ്ചായത്തുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുക. നാളെ വോട്ടെണ്ണും ചിഹ്നം അനുവദിക്കുന്നതിനും സമയബന്ധിതമായി അപ്പീൽ തീർപ്പാക്കുന്നതിലും അടക്കം തർക്കങ്ങൾ ഉയർന്ന ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. ജില്ലാ പഞ്ചായത്തുകൾ, പഞ്ചായത്ത് സമിതി, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് ജനുവരി 31-നകം പൂർത്തിയാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള റഷ്യ അമേരിക്ക യോഗം ഇന്ന് മോസ്കോയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇന്ന് മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തും. ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്നറും ചർച്ചയിൽ പങ്കെടുക്കും. കിഴക്കൻ ഡോൺബാസ് മേഖലയിലെ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകില്ലെന്ന് ആവർത്തിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ യുക്രൈൻ അമേരിക്കൻ പ്രതിനിധികൾ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ പ്രതികരണം. അന്തിമ സമാധാന പദ്ധതിയെക്കുറിച്ച് പറയാനുള്ള സമയമായിട്ടില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ. കിഴക്കൻ യുക്രൈൻ നഗരമായ പെട്രോവ്സ്ക് പിടിച്ചെടുത്തതായി റഷ്യ. കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി സംബന്ധിച്ച 24-ന്റെ വാർത്ത ഏറ്റെടുത്ത ദേശീയ മാധ്യമങ്ങൾ. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് മലയാളത്തിലെ ഒരു ന്യൂസ് ചാനൽ റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്നതായിരുന്നു ഓപ്പറേഷൻ സത്യയിലൂടെ 24-ന്റെ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ട വാർത്ത. വിശദവും സമയബന്ധിതവുമായ അന്വേഷണം വേണമെന്ന് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ ജീവനക്കാരനെ സ്വാധീനിച്ച മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനൽ റേറ്റിംഗ് അട്ടിമറിക്കുന്നുവെന്ന വാർത്തയാണ് ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തുവിട്ടത്. ഈ വാർത്ത പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. വിവിധ ഹിന്ദി, ഇംഗ്ലീഷ് ചാനലുകൾ വാർത്ത ഏറ്റെടുത്തു. പുറത്തുവന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിലെ റിപ്പബ്ലിക് TV ആസ്ഥാനത്ത് NBF പ്രസിഡന്റ് അർണബ് ഗോസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് വിഷയം ഗുരുതരമാണെന്ന് വിലയിരുത്തിയത്. ഒരു മലയാളം വാർത്താ ചാനൽ ഉടമയും ബാർക്ക് ജീവനക്കാരനും കോടികൾ കൈമാറിയത് ക്രിപ്റ്റോ കറൻസി വഴിയെന്നും 24 നടത്തിയ ഓപ്പറേഷൻ സത്യയിൽ പുറത്തുവന്നിരുന്നു. കൂടാതെ ഓൺലൈനിൽ കാഴ്ചക്കാരെ കൂട്ടുന്നതിനായി ഫോൺ ഫാമിംഗ് തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന വിവരവും ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുവന്നിരുന്നു. NBF സ്ഥാപക ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായരും വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. ബേസ് ആർട്ടിസ്റ്റ് കളക്റ്റീവ് കേരള സംഘടിപ്പിച്ച ബേസ് ഫെസ്റ്റ് ബാക്ക് ടു ദ ഫ്യൂച്ചർ സംഗീത പരിപാടി എറണാകുളം തൃപ്പൂണിത്തുറ റിവർ ബോൺ സെന്ററിൽ നടന്നു. 130-ലധികം ബാസിസ്റ്റുകളും സംഗീത ആസ്വാദകരും സംഗീതരംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. വർക്ക്ഷോപ്പുകളും ബാൻഡ് പെർഫോമൻസുകളും അടങ്ങിയതായിരുന്നു പരിപാടി. ദീപക് ദേവും സ്റ്റീഫൻ ദേവസിയും റോക്ക് ബാൻഡ് 13 ADയും വിസ്മയം തീർത്തു. ജോസി സോൺ, ആലാപ് രാജു, ഷെൽഡർ ഡി സിൽവ, പോളി, ജയൻ വർമ്മ, ശശികൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖ കലാകാരന്മാർ പങ്കെടുത്തു. ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ 31-ാം ഷോറൂം മലപ്പുറം കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
കോട്ടക്കൽ സ്വാഗതമാടിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. വൈവിധ്യമാർന്ന ഡിസൈനുകളും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവുമാണ് ഹവായി ഡോർസ് ആൻഡ് വിൻഡോസിന്റെ വാഗ്ദാനം. ജർമ്മൻ ടെക്നോളജിയിലാണ് നിർമ്മാണം. 8,000 രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയുള്ള ഉത്പന്നങ്ങൾ ഹവായി ഡോർസ് ആൻഡ് വിൻഡോസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരു ബഡ്ജറ്റ് വീട് മുതൽ ഒരു ലക്ഷറി വീട് വരെയുള്ള ഏത് തരം, ഇനി അൾട്രാ ലക്ഷറി വീടാണെങ്കിൽ പോലും എല്ലാ വീടുകൾക്കും ആവശ്യമായ ഡോർസ് ആൻഡ് വിൻഡോസുകളെ അതൊരു 8,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 25 ലക്ഷം രൂപ വരെ വിലയുള്ള ഡോർസ് ആൻഡ് വിൻഡോസുകൾ ഞങ്ങളടുത്ത് ലഭ്യമാണെന്നുള്ളതാണ്. നിലവിൽ നമുക്ക് ഹവായ് സ്റ്റീൽ ഡോസ്, ഹവായ് FRP ഡോസ്, വിൻഡോസിൽ സിസ്റ്റം വിൻഡോസ്, അലുമിനിയം വിൻഡോസ്, അതേപോലെ പൗഡർ കോട്ടഡ് വിൻഡോസ്, വുഡൻ ടെക്സ്ചർ വിൻഡോസ്, ഇങ്ങനെ എല്ലാ സൊല്യൂഷൻസും ഡോസ് ആൻഡ് വിൻഡോസിലായി കഴിഞ്ഞു. കൂടുതൽ പ്രൊഡക്ട്സിലേക്ക് കമ്പനി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രൊഡക്ട്സും നമ്മൾ നേരിട്ട് തന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഏറ്റവും മികച്ച സർവീസ് ലഭ്യമാക്കുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, ഏറ്റവും മികച്ച ഡിസൈൻസുകൾ അവൈലബിൾ ആക്കുക എന്നുള്ളതൊക്കെയാണ് കമ്പനിയുടെ പ്രഥമ ലക്ഷ്യം. സ്വന്തമായി നിർമ്മിച്ച് ഇടനിലക്കാർ ഇല്ലാതെയാണ് ഹവായി ഡോർസ് ആൻഡ് വിൻഡോസിന്റെ ഉത്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2030 ആകുമ്പോൾ 280 ഷോറൂമുകളും 15 നിർമ്മാണ യൂണിറ്റുകളും തുടങ്ങുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളുമുണ്ട്. 24 മലപ്പുറം. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് സൂപ്പർ പോരാട്ടം. രാത്രി 1:30 ബാഴ്സയുടെ മൈതാനമായ ക്യാം നൌവിലാണ് മത്സരം. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി, ടോട്ടനം ടീമുകൾക്കും മത്സരമുണ്ട്. ക്യാം നൌവിൽ കലക്കൻ പോരാട്ടം. പോയിന്റ് പട്ടികയിലെ ലീഡ് ഉയർത്താനൊരുങ്ങുന്ന FC ബാഴ്സലോണയ്ക്ക് നേരിടാനുള്ളത് അവസാന 6 മത്സരങ്ങളിലും തോൽവി അറിയാതെ കുതിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെ. 14 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ റയലിനേക്കാൾ 1 പോയിന്റ് കൂടുതലുമായാണ് കറ്റാലൻസ് തലപ്പത്തുള്ളത്. ഹോം ഗ്രൗണ്ടിലെ ആവേശത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടക്കാനായാൽ 4 പോയിന്റിന്റെ സേഫ് ലീഡ് ഉണ്ടാക്കാം. 39 ഗോളുമായി ലീഗിലെ ഏറ്റവും പ്രഹരശേഷിയേറിയ സംഘമായിരിക്കുമ്പോൾ തന്നെ പ്രതിരോധത്തിലെ പോരായ്മകളാൽ വലയുകയാണ് ഹാൻസി ഫ്ലിക്കിന്റെ ടീം. സൂചി കുത്താൻ ഇടം കൊടുത്താൽ ആഞ്ഞടിച്ചു പോകുന്ന ഹൂലിയൻ അൽവാരസിനും സംഘത്തിനുമെതിരെ നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ കടുത്ത പണി കിട്ടും. തപ്പിത്തടഞ്ഞ തുടക്കത്തിന് ശേഷം തകർപ്പൻ ഫോമിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ബാഴ്സയെ വീഴ്ത്താനായാൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയരാനുമാകും ഡീഗോ സിമിയോണിയുടെ കുട്ടികൾക്ക്. പ്രീമിയർ ലീഗിൽ ജയം തുടരാനിറങ്ങുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ ഫുൾഹാം. 1ാം സ്ഥാനത്തുള്ള ആഴ്സണലുമായുള്ള അകലം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സിറ്റി രാത്രി 1 മണിക്ക് നടക്കുന്ന മത്സരത്തിനായി കളത്തിലെത്തുക. ടോട്ടനം ന്യൂകാസിൽ യുണൈറ്റഡ് സൂപ്പർ പോരാട്ടം രാത്രി 1:45 കഴിഞ്ഞ 4 മത്സരങ്ങളിലും ജയിക്കാനാവാത്ത ടോട്ടനത്തിന് ന്യൂകാസിലിനെതിരെയും കാര്യങ്ങൾ എളുപ്പമല്ല. സ്പോർട്സ് ഡെസ്ക് 24. ഇനി തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. കഴിഞ്ഞ തവണ പ്രതിപക്ഷമില്ലാതിരുന്ന പഞ്ചായത്താണ് വയനാട് തിരുനെല്ലി. ഇത്തവണ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വം 17 സീറ്റിലും വിജയിച്ച പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട CPI തർക്കം രൂക്ഷമാണ്. ചേലൂർ വാർഡിൽ LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രയെ രംഗത്തിറക്കുകയാണ് CPIM. തിരുനെല്ലിയിൽ 17 നേടിയാണ് ഇടതുമുന്നണി പഞ്ചായത്ത് ഭരിച്ചത്. 2 സീറ്റുകൾ CPIയുടേതാണ്. CPIക്കുള്ള ചേലൂർ വാർഡിൽ ഷീജ ബേബിയെ സ്ഥാനാർത്ഥിയാക്കി. ഇതിനു പിന്നാലെ CPIM പ്രാദേശിക നേതൃത്വം C പുഷ്പയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്നും പ്രകടന പത്രികാ പ്രകാശനത്തിൽ നിന്നും വിട്ടുനിന്നാണ് CPI ഈ വിഷയത്തിലെ അതൃപ്തി പ്രകടിപ്പിച്ചത്. ഇടത് വിമത സ്ഥാനാർത്ഥിക്കായുള്ള പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് CPIM പ്രാദേശിക നേതാക്കളാണെന്നാണ് CPIയുടെ ആരോപണം. LDF സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ ഗൗരവമായ പരിശോധനയുണ്ടാകുമെന്നും ഒറ്റപ്പെട്ട സംഭവമെന്നുമാണ് LDF കൺവീനർ പറഞ്ഞത്. ഈ തിരുനെല്ലിയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ഞങ്ങൾ അത് പാടെ ഉപേക്ഷിക്കല്ല. അത് അത്തരമൊരു സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ഞങ്ങൾ ഗൗരവമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാടെടുക്കും. ആ ഒരു ഒറ്റപ്പെട്ട പ്രശ്നം ഈ വയനാട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അത് പൊതുവെ ബാധിക്കുന്നതല്ല. 2010 തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസിലെ PV വാസന്തിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങൾ അനുകൂല നിലപാടുണ്ടാക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. 24 വയനാട്.
ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സമരം അവസാനിപ്പിക്കാൻ തീരുമാനം. പെൺകുട്ടികൾക്കായി പൈനാവിലെ ഹോസ്റ്റൽ കെട്ടിടം അനുവദിച്ചതോടെയാണ് സമരം അവസാനിക്കുന്നത്. 7 ദിവസത്തിനകം പുതിയ കെട്ടിടത്തിലേക്ക് വിദ്യാർത്ഥിനികൾക്ക് മാറി താമസിക്കാമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഹോസ്റ്റലിലും കോളേജിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധമുണ്ടായത്. നിലവിൽ പൈനാവിലെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ താമസിക്കുന്ന MBBS വിദ്യാർത്ഥികളെ മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കാനാണ് തീരുമാനം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാലിയേക്കര ടോൾ പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ ഹർജിയുടെ ഭാഗമായി പരിഗണിക്കും. ഷാജി കോടങ്കണ്ടത്താണ് ഹർജി നൽകിയിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ പുരോഗതി ദേശീയപാത അതോറിറ്റി അറിയിക്കും. തൃശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റിയും റിപ്പോർട്ട് നൽകും. പുതിയ ടോൾ നിരക്ക് പ്രഖ്യാപിച്ചെങ്കിലും കോടതി നിർദ്ദേശത്തെ തുടർന്ന് പഴയ നിരക്കിൽ തന്നെയാണ് ടോൾ പിരിക്കുന്നത്. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.